ഹലോ വെൽക്കം ബാക്ക് ടു അൻവീസ് വേൾഡ്. അൻവീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്നൊരു ലോങ് വീഡിയോ ആട്ടോ. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അൻവിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണിന്ന്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിക്കാട്ടോ അൻവിക്കുട്ടി ഉണ്ടായത്. അപ്പം ഈ വർഷത്തെ ബർത്ത്ഡേയും വിജയദശമിയും ഒരു ദിവസമാണ് വരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് പാവാടയും ബ്ലൗസും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആള്. അപ്പോൾ അവിടെ അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ്. അച്ഛനും അമ്മയും വിനുവാണ്ണനും ഒക്കെ റെഡിയാകും കേട്ടോ. അപ്പം പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഡേ ആയിട്ട് തന്നെ പോകാം കേട്ടോ. അപ്പോൾ അവരമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയ സമയത്തിന് ഞാൻ കുളിച്ചു. എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, കാരണം 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ 7-ാം മാസം തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ 5 മാസം കഴിഞ്ഞ് അമ്പലത്തിൽ പോകില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകത്തില്ല. അപ്പോൾ അവളെ അവിടെ അരിയിൽ എഴുതിക്കാനും മണ്ണിൽ എഴുതിക്കാനും ബുക്ക് പൂജയ്ക്ക് വെച്ചെടുക്കാനും ഒക്കെ കൂടെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരട്ടെ അല്ലേ. അങ്ങനെ അവരമ്പലത്തിൽ പോയ ടൈമിന് ഞാൻ കുളിച്ചു, റെഡിയായി. അപ്പം നമ്മൾ ഇപ്രാവശ്യം ബർത്ത്ഡേ വലിയ ആഘോഷമൊന്നും വേണ്ട എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നിന്നത്. അപ്പം നമ്മൾ ഓർത്ത് മറവന്തപുരത്തിൽ അമ്മയുടെ വീട്ടിൽ അമ്മൂമ്മയുണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാം, അവിടെ പോയിട്ട് ആഘോഷിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രം. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ റെഡിയായിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് കുറവിലങ്ങാട് ക്ലൗഡ് കേക്ക്സിൽ നിന്ന് കേക്കും കൂടെ മേടിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അവിടെ നിന്ന് മേടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം പോകുന്ന വഴിക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ കയറി കേക്കൊക്കെ മേടിച്ചിട്ടാട്ടോ അങ്ങോട്ട് പോയത്. നമ്മൾ പിന്നെ തലയോലപ്പറമ്പിൽ പുഴയോരം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് കറികൾ, അതായത് ചോറ് കറിയൊക്കെ അവിടെ അമ്മൂമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ 4 പേരില്ലേ, അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് കറിയും കൂടെ മേടിച്ചു. കറി മേടിക്കാൻ കയറിയ സമയത്ത് അവിടെ ഒരു പാർക്കുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിനകത്ത് അന്നിക്കുട്ടി കയറിയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പുള്ളിക്കാരിക്ക് പാർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ് പാർക്ക് കണ്ടു കഴിഞ്ഞപ്പം. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് അമ്മൂമ്മയുടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മയുടെ ഒരു ഫ്രണ്ടും ആൻറ്റിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ഭയങ്കര സർപ്രൈസ് ഉണ്ടായിരുന്നു. കാരണം മയിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതെവിടെ നിന്ന് വന്നതെന്ന് അറിയത്തില്ല. കറക്റ്റ് നമ്മൾ ചെന്ന സമയത്ത് ഒരു 2 മയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി കേട്ടോ. ഒരെണ്ണം എന്തേ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ബോറടിച്ചിരിക്കുമായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേന്. കാരണം ചേച്ചിയും കുഞ്ഞുങ്ങളും ഒന്നും വീട്ടിലില്ലായിരുന്നു. അപ്പോൾ കറക്റ്റ് നല്ല ബോറടിയായിരുന്നു. കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ ആ വീട്ടിലിരിക്കുകയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കാണാനാണ് ചെല്ലുന്നത്. അപ്പം അവരവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒരു സിനിമയൊക്കെ വെച്ച് അവിടെ അങ്ങനെ അങ്ങിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും എടുത്തില്ല. പിന്നെ കറക്റ്റ് കേക്ക് കട്ടിങ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ.
കഴിഞ്ഞ് നമ്മളിതേ രാത്രിയായപ്പം ബിരിയാണി മേടിച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണി മേടിച്ചു. അത് കഴിക്കുന്ന ധൃതിക്കും പിന്നെ പോകാനുള്ള കുറച്ച് ധൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അന്നിക്കുട്ടിയെ ഞാൻ അവിടെ നിന്ന് തന്നെ മേലൊക്കെ കഴിയിച്ചു, ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങാം കേട്ടോ. അപ്പം രാത്രിയായി അത്യാവശ്യം. ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അച്ഛനും വിനോദനും ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.